ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള പാവ് ഭാജി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം. വരുന്ന സമയം കൊണ്ട് ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിലും ബട്ടറും ഇട്ട് ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാളയും ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റുക. സവാളയൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. എല്ലാം നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് പാവ് ഭാജിയുടെ മസാല ഇട്ട് കൊടുക്കാം. പാവ് ഭാജിയുടെ മസാല വാങ്ങാനായിട്ട് കിട്ടുന്നതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി നല്ലപോലെ ഉടച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാവ് റെഡിയാക്കാം. അപ്പോൾ പാവ് നടുവൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ബട്ടറിൽ രണ്ട് ഭാഗം ഒന്ന് മുരിയിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പാവ് ഭാജി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം.